സൈക്കിൾ ശരിക്കും പറഞ്ഞാൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു മണിയൊടി ഒച്ചയാണ്. സൈക്കിളിൽ ഞാനൊക്കെ സൈക്കിൾ പഠിക്കുന്ന കാലത്ത് അത് ഈ അര സൈക്കിളിലും മുക്കാലി സൈക്കിളിലുമാണ് നമ്മൾ സൈക്കിൾ പഠിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടുകാരിതൊന്നും അറിയണം, ഞാൻ സൈക്കിൾ പഠിച്ചിരിക്കുന്നു, എനിക്ക് സൈക്കിൾ അറിയാം. ഏതാണ്ട് നമ്മൾ ഹിമാലയത്തിൽ കയറിയ ഒരു മനസ്സോടുകൂടിയാണ് സൈക്കിൾ ആദ്യമായിട്ട് പഠിച്ച് സൈക്കിൾ ചവിട്ടാൻ പഠിച്ചിട്ട് ഒരു സൈക്കിൾ ചവിട്ടി ഇങ്ങനെ റോഡിൽ കൂടി പോകുമ്പോൾ നമുക്ക് എന്തോ ഒരു ഈ ഒന്ന് പിടിച്ചടക്കിയ ഒരു രാജ്യം പിടിച്ചടക്കിയ ഒരു മനസ്സോടുകൂടിയാണ് ആ കുട്ടിക്കാലത്ത് പോയിരുന്നത്. അതിപ്പോഴും ഓർക്കണം. കാരണം എന്നിട്ട് നമ്മളിങ്ങനെ ബെല്ലടിക്കും സൈക്കിളിൽ. ആളുകൾ ശ്രദ്ധിക്കണം. അപ്പോൾ ശരിക്കും സൈക്കിൾ എന്ന് പറയുന്ന ഒരു മണിയടിയൊച്ചയാണ് സൈക്കിളും. അപ്പോൾ എന്താണ് സൈക്കിളിൻ്റെ ഒരു പ്രത്യേകത? ഇന്നിപ്പം നമ്മൾ കേരളത്തിൻ്റെ നിരത്തുകളിൽ നിന്ന് സൈക്കിളുകൾ വല്ലാതെ ഒഴിഞ്ഞു പോയിരിക്കുന്നു. വളരെ കുറച്ച് സൈക്കിളുകൾ. ഇപ്പം നമ്മൾ പണ്ട് ധാരാളമായി സൈക്കിളുകൾ നമുക്ക് കാണാമായിരുന്നു കേരളത്തിൽ. നമ്മൾ സ്കൂളിൽ പോകുന്നത്, ചന്തയിൽ പോകുന്നത്, ഏത് ചെറിയ ആവശ്യങ്ങൾക്കും നമ്മൾ സൈക്കിളാണ് ഉപയോഗിച്ചത്. ഇന്ന് ആ സ്ഥാനത്ത് ടൂ വീലർ എന്ന് പറയുന്നത് നമ്മളുടെ ചെറിയ സ്കൂട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ബൈക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും അല്ലെങ്കിൽ സൈക്കിൾ പണ്ട് നിവർത്തിച്ചുകൊണ്ടിരുന്ന ആവശ്യത്തിന് നമ്മളിപ്പോൾ ഫോർ വീലറായ കാർ ഉപയോഗിക്കുന്നു. ഇവിടെയാണ് സൈക്കിൾ എന്തിനുപയോഗിക്കണം, സൈക്കിളിൻ്റെ പ്രാധാന്യം എന്താണ്? സൈക്കിൾ ശരിക്കും പറഞ്ഞാൽ ഒരു ശാരീരിക ആരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും ഒരു മരുന്നാണ് സൈക്കിൾ. നമ്മൾ സൈക്കിളിലേക്ക് മടങ്ങണം, മനുഷ്യൻ്റെ ആരോഗ്യത്തിന് മാത്രമല്ല പ്രകൃതിയുടെ ആരോഗ്യത്തിനും. കാരണം അതൊരിക്കലും പുക തുപ്പുന്നില്ല, ഇന്ധനം ഉപയോഗിക്കുന്നില്ല, ഇന്ധനത്തിൻ്റെ ആവശ്യമില്ല, ഹരിതഗ്രഹ വാതകങ്ങളൊന്നുമേ നമുക്ക് അന്തരീക്ഷത്തിലേക്ക് അത് ബഹിർഗമിക്കുന്നില്ല അതിലൂടെ. ഇങ്ങനെ ഒരുപാട് നന്മകൾ. മാത്രമല്ല വളരെ ലളിതമായ ഒരു സംവിധാനം, ഏതൊരു സാധാരണക്കാരനും പ്രാപ്യമായ ഒന്നാണ്, ഒരു സഞ്ചാര സംവിധാനമാണ് സൈക്കിൾ. ഇപ്പോൾ അല്പം സാമ്പത്തിക ശേഷി കുറഞ്ഞ ഒരാളിനും ഒരു സൈക്കിള് വേണമെങ്കിൽ വാങ്ങാം. അതിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. പിന്നെ ഇന്നത്തെ കാലത്തൊരു വാഹനം റിപ്പയർ ചെയ്യുക, അതിനൊരു അറ്റകുറ്റപ്പണി വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പുരയുടെ എഴുതി വയ്ക്കേണ്ട ഒരു അവസ്ഥയാണ്. കൂടിയ വലിയ മുന്തിയേനം കാറുകളൊക്കെ ഒന്ന് വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഇവിടെ അതില്ല. ഇവിടെ കൂടിയാൽ ഒരു 100-250 രൂപയ്ക്ക് എത്ര വലിയ ജോലിയും നമുക്ക് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് അതിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് എടുക്കാൻ കഴിയും. പിന്നെ യാതൊരു ശബ്ദശല്യവുമില്ല, ഒരു ശബ്ദ മലിനീകരണവും സൈക്കിൾ ഉണ്ടാക്കുന്നില്ല. അങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഉള്ള ഒന്നാണ്. അതുകൊണ്ടാണ് ഇപ്പം നെതർലൻഡ്സ് ലോകത്ത് ഏറ്റവും കൂടുതൽ സൈക്കിൾ ഉപയോഗിക്കുന്നത് നെതർലൻഡ്സുകാരാണ്. അവരുടെ ഏതാണ്ട് 36-40% സഞ്ചാരവും സൈക്കിളിലാണ്. ഓഫീസിൽ പോകുന്നതാകട്ടെ, സ്കൂളിൽ പോകുന്നതാകട്ടെ, അവിടെ പ്രൊഫസറെന്നോ എഞ്ചിനീയറെന്നോ ഡോക്ടറെന്നോ ഒന്നും വ്യത്യാസമില്ല, അവരെല്ലാവരും സൈക്കിൾ ഉപയോഗിക്കുന്നു. സൈക്കിള് അവരെ സംബന്ധിച്ചിടത്തോളം ജീവശ്വാസം പോലാണ്. അവർക്ക് ഒരിക്കലും വിട്ടുകളയാൻ കഴിയാത്ത, ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒന്നാണ് സൈക്കിൾ. മാത്രമല്ല അവരുടെ സൈക്കിൾ ഇപ്പോൾ ഓഫീസിൽ, ഇപ്പോൾ മെട്രോയിൽ പോകുന്ന ഒരാളും സൈക്കിളുമായിട്ടാണ് പോകുന്നത്. സൈക്കിള് അങ്ങനെ 4ആയിട്ട് മടക്കി കയ്യിൽ വയ്ക്കാവുന്ന സംവിധാനത്തിലാണ് അങ്ങനെയുള്ള സൈക്കിൾ അവർ രൂപകൽപ്പന ചെയ്യുന്നത്. അത് മെട്രോയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സൈക്കിള് ഈ 4 വശത്തേക്കും വലിച്ചു നീട്ടി കഴിയുന്നുണ്ടെങ്കിൽ അത് സൈക്കിളായി അതിൽ കയറി ഓഫീസിലേക്ക് നേരെ പോവുകയാണ്. അവിടെ വേറൊരു വാഹനത്തെ ആശ്രയിക്കേണ്ടി വരുന്നില്ല അവർക്ക്. അവിടെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ജനസംഖ്യയേക്കാൾ കൂടുതലാണ് സൈക്കിളിൻ്റെ സംഖ്യാബലം. കാരണം അവിടെ പോപ്പുലേഷനേക്കാൾ കൂടുതൽ സൈക്കിളുണ്ട് എന്ന് സാരം. മാത്രമല്ല അവിടുത്തെ റോഡ് നിർമ്മാണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഏതാണ്ട് 38,000 കിലോമീറ്റർ ദൂരത്തിൽ നീളമുള്ള റോഡുകൾ സൈക്കിൾ ട്രാക്കായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഈ സൈക്കിളിൻ്റെ ഉപയോഗം വളരെ കൂടുതൽ ഉണ്ടാകുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനും വളരെ അനായാസേന സൈക്കിൾ സവാരി നടത്തുന്നതിനുമൊക്കെയുള്ള വലിയൊരു സാഹചര്യം കൂടി അനുകൂലമായിട്ട് അവിടെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം സൈക്കിളിനോടുള്ള മമതാപരമായ ഒരു ബന്ധമാണ്. അപ്പോൾ അവർക്ക് രാവിലെ നടക്കാൻ പോകേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി ദിവസവും ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുവാൻ നമ്മൾ ദിവസവും നടക്കുകയാണ്. നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി നടപ്പാണ്, ഒരു ചികിത്സ പോലെ. അവിടെ അവർ അതിന് പകരം സൈക്കിളാണ് ഉപയോഗിക്കുന്നത്. സൈക്കിൾ ഉപയോഗിക്കും. അവരുടെയൊക്കെ ഒരു നിഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിനാകെ അത് ഉന്മേഷം പകരുന്നു, മനസ്സിന് ഉന്മേഷം പകരുന്നു എന്നാണ് വിദേശ രാജ്യങ്ങളിലെ അവരുടെ എല്ലാവരുടെയും ഒരു കാഴ്ചപ്പാട്. ഇപ്പം ചൈന ഏറ്റവും കൂടുതൽ ഇപ്പം എന്തെല്ലാം വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ഏത് ചെറിയ കാര്യമെടുത്താലും വലിയ കാര്യമെടുത്താലും അത് ആ നിർമ്മിതിയുടെ പിന്നിൽ ചൈനയുടെ കരങ്ങൾ കാണും. ഒരു റേഡിയോ വാങ്ങാൻ ചെന്നാൽ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ അത് ചൈനയുടെ ഉൽപ്പന്നമാണ്. അങ്ങനെ ഏതൊരു സാധനവും ലോകത്തെ മുഴുവൻ വിപണികളും
കീഴടക്കത്തക്കവണ്ണം ഉള്ള ഒരു സാങ്കേതിക സംവിധാനത്തിലേക്കും സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തുന്നതിലേക്കും അവർ മാറിക്കഴിഞ്ഞു. അവിടെ ഏറ്റവും കൂടുതൽ സൈക്കിളുകൾ വിവിധ തരത്തിലും വിവിധ മോഡലുകളിലും വിവിധ രൂപഭാവങ്ങളിൽ ഉണ്ടാക്കുന്ന അവരാണ്. ഏറ്റവും കൂടുതൽ സൈക്കിൾ ഉപയോഗിക്കുന്നവരുമാണ് അവർ. ഓക്കെ, ഏതാണ്ട് 90% ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ സൈക്കിളിനെ ആശ്രയിക്കും. ഐക്യരാഷ്ട്ര സംഘടന 2018 മുതൽ എല്ലാ ജൂൺ 3-ാം തീയതിയും ലോക സൈക്കിൾ ദിനമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് 2018 മുതൽ ജൂൺ 3-ാം തീയതി ലോക സൈക്കിൾ ദിനമാണ് എല്ലാ വർഷവും. എന്തിനാണ്? കൂടുതൽ ആളുകളെ സൈക്കിൾ സവാരിയിലേക്ക് പ്രേരിപ്പിക്കുന്നതിനും സൈക്കിൾ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിനും സൈക്കിളിലേക്ക് മടങ്ങുവാനുള്ള വലിയൊരു ആഹ്വാനത്തിൻ്റെ പ്രചാരണം കൂടിയാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ധാരാളം ആളുകൾക്ക് നാട്ടിൻപുറങ്ങളിൽ ഇതൊരു ജോലിയായിരുന്നു. പണ്ട് IRDP എന്ന് പറയുന്ന റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ഗ്രാമവികസന വകുപ്പിൻ്റെ ഏറ്റവും വലിയൊരു പദ്ധതിയായിരുന്നു IRDP, സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി. അന്ന് IRDP ലോൺ എടുത്തിട്ട് പണ്ട് സൈക്കിളുകൾ കൂലിക്ക് കൊടുക്കുന്ന, ഇന്ന് ഈ റെൻ്റേ കാർ പോലെ സൈക്കിൾ കൂലിക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ മുറുക്കാൻ കടയിൽ അതിനോട് ചേർന്ന് ഒരു 10 സൈക്കിൾ എടുത്ത് വയ്ക്കും. അപ്പോൾ സൈക്കിൾ 1 മണിക്കൂർ സമയത്തേക്ക് ഇത്ര രൂപ നിശ്ചയിച്ചാണ് അത് നിജപ്പെടുത്തുന്നത്. അപ്പോൾ 6 മണിക്കൂറായെങ്കിൽ 6 ഗുണം 1 മണിക്കൂറിൻ്റെ പണവും കൂടെ ചേർത്ത് കൊണ്ട് സൈക്കിളും തിരിച്ചു കൊടുത്ത് പണവും കൊടുത്ത് പോകുന്നു. നമ്മളൊക്കെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു. ഒരു IRDP സൈക്കിൾ എന്ന് തന്നെയാണ് ആ സൈക്കിളിന് പേരിട്ടിരുന്നത്. മാത്രമല്ല, ഈ സൈക്കിൾ പതിക്കുക എന്ന് പറയുന്ന ഒരു കാരണം സൈക്കിളിന് നികുതി അടയ്ക്കണമായിരുന്നു എല്ലാ വർഷവും. എന്നിട്ട് ഈ സൈക്കിൾ നികുതി അടച്ചില്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ പഞ്ചായത്തിൽ നിന്ന് ആൾ വന്നിട്ട് റോഡിൽ കൈ കാണിച്ച് നിർത്തി സൈക്കിൾ പരിശോധിക്കും. അതിനകത്തിൽ സൈക്കിളിൻ്റെ ക്രോസ് ബാറിൻ്റെ താഴെയായിട്ട് അവരൊരു സീൽ ചെയ്യും, പണം കൊടുത്ത് നികുതി അടച്ചു കഴിയുന്നുണ്ട്. ആ സീലില്ലെങ്കിൽ നമുക്ക് പിഴയോടുകൂടി വീണ്ടും ആ പണം അടയ്ക്കേണ്ടി വരും. അങ്ങനെ സൈക്കിൾ പതിക്കുന്ന, അതിന് നികുതി കൊടുക്കുന്ന ഒരു കാലം കൂടി ഉണ്ടായിരുന്നു. മാത്രമല്ല, സൈക്കിളിൽ ലോഡ് കയറുക, പുറകിൽ ഒരാളെ കൂടി വെച്ചുകൊണ്ട് സൈക്കിൾ ഓടിച്ചു കഴിഞ്ഞാൽ പോലീസ് അന്ന് നമുക്കെതിരെ കേസെടുക്കും. അല്ലെങ്കിൽ അതിൻ്റെ കാറ്റ് ഊരി വിട്ട് നമ്മളെ തരുന്ന ഒരു ചെറിയ ശിക്ഷ അതാണ്, കുട്ടികളൊക്കെ ആണെങ്കിൽ. പോസ്റ്റ്മാൻമാർ, നമ്മുടെ നാട്ടിലെ പോസ്റ്റ്മാൻമാരുടെ ഏറ്റവും വലിയ സഞ്ചാര ഉപാധി എന്ന് പറയുന്നത് സൈക്കിളായിരുന്നു. ഏത് ഊടുവഴിയിൽ കൂടിയും അവർക്ക് കയറി ഇറങ്ങി പോകാൻ ഉള്ള ഒരു അനുകൂലമായ ഒരു സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള വഴി കൂടിയായിരുന്നു സൈക്കിൾ. അങ്ങനെ സൈക്കിളിൽ എന്തെല്ലാം പറഞ്ഞാൽ തീരാത്ത പ്രത്യേകതകളുണ്ട്. 2026 മെയ് 17-ാം തീയതി തിരുവനന്തപുരം ആകാശവാണി ഒരു സൈക്ലത്തോൺ സംഘടിപ്പിച്ചു. ഒരുപക്ഷെ കേരളത്തിൽ ഈ അടുത്ത സമയത്ത് നടന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സൈക്കിൾ സവാരി അല്ലെങ്കിൽ ഒരു പ്രചാരണമായിരുന്നു അത്. ആകാശവാണി എന്ന് നാമകരണം ഉണ്ടായിട്ട് അത് ഓൾ ഇന്ത്യ റേഡിയോ, ഇപ്പം തിരുവിതാംകൂർ റേഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും 1 കിലോമീറ്റർ ചുറ്റളവിൽ കിട്ടത്തക്കമുള്ള റേഡിയോ സംവിധാനം ആകാശവാണി ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പലയിടത്തും ഉണ്ടായിരുന്നു, കേരളത്തിലും ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ ഇപ്പോഴത്തെ MLA ഹോസ്റ്റലിനടുത്തായിട്ട് നമ്മളുടെ രാജകുടുംബത്തിൻ്റെ വകയായിട്ടുള്ള രാജാവ് സ്ഥാപിച്ചതാണത്. അത് നന്നായി പ്രവർത്തിച്ചിരുന്നു. അത് ആകാശവാണി വന്നപ്പോൾ ആകാശവാണിയുടെ ഭാഗമായി മാറുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ആകാശവാണി എന്ന് പേര് കൊടുത്തത് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് നാമകരണം ഉണ്ടായത് 1936-ലാണ്. അപ്പോൾ 2026 എത്തിയപ്പോൾ 90 വർഷമാകും. ആകാശവാണിയുടെ ഈ നാമകരണത്തിൻ്റെ 90-ാം വർഷം പ്രമാണിച്ചാണ് ആകാശവാണി ഈ സൈക്ലത്തോൺ സംഘടിപ്പിച്ചത്. കവടിയാറിൽ നിന്ന് ആരംഭിച്ചു. അത് ഉദ്ഘാടനം ചെയ്തത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന് പറയുന്ന നമ്മളുടെ ഗവർണറാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഏതാണ്ട് 100-150 ആകാശവാണിയുടെ സ്റ്റാഫും അതിനോട് താല്പര്യമുള്ളവരും എല്ലാവരും അതിൽ പങ്കാളികളായി. നഗരം ചുറ്റി ആകാശവാണിയിൽ അത് സമാപിച്ചു. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ മെസ്സേജാണ്, വലിയൊരു സന്ദേശമുണ്ട് അതിൽ. ആകാശവാണിയുടെ നാമകരണത്തിൻ്റെ 90 വർഷം എന്നതിലുപരി സൈക്കിള് അറിയാവുന്നവർ സൈക്കിളിലേക്ക് വീണ്ടും ഒന്ന് സൈക്കിളിൽ കയറാനൊരു അവസരമായി, സൈക്കിൾ ഒന്ന് സ്പർശിക്കാൻ അവസരമായി, സൈക്കിൾ നഗരത്തിൽ കൂടി ഒന്ന് ഓടിക്കാൻ അത് ഒരു സഹായമായി, സൈക്കിളിനെ കുറിച്ചൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി ആ സൈക്കിൾ മാറി. ഇങ്ങനെ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ നാട്ടിലുടനീളം ഇതുപോലുള്ള കാര്യങ്ങളുണ്ടാകണം. പണ്ട് നമ്മുടെ കുട്ടികൾ ധാരാളമായി സൈക്കിൾ സ്കൂളിൽ പോകാൻ ഉപയോഗിച്ചിരുന്നു. ഒരു വീട്ടിൽ തന്നെ കുട്ടികൾ 1-2 സൈക്കിൾ ഉണ്ടായിരുന്നു. 2 കുട്ടികളുണ്ട്, 2 പേർക്കും 2 സൈക്കിൾ. അവർ സൈക്കിളിലാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ശാരീരിക ആരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും അത് വളരെ ഫലപ്രദമായ ഒരു വലിയ നന്മയായിരുന്നു അത്. പക്ഷേ ഇപ്പോഴെന്താണ് വരുന്നത്? ഇപ്പോൾ ഈ സ്കൂളുകാരൊക്കെ പറയുന്നത് ഡോർ സ്റ്റെപ്പിൽ ഞങ്ങൾ വാഹനം എത്തിക്കുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വീടിൻ്റെ വരാന്തയിൽ നിന്ന് കുട്ടിയെ ഞങ്ങൾ ബസ്സിലേക്ക് കയറ്റും, സ്കൂളിൻ്റെ വരാന്തയിൽ കൊണ്ടിറക്കും,
സുരക്ഷിതമായി ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തിക്കും എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് പോലെയാണ് നമ്മുടെ കുട്ടികളെ അവർ കാണുന്നത്. കാരണം കുട്ടികൾ സൈക്കിളിൽ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അവർ കാണുന്നു. അവർ സമൂഹത്തെ കാണുന്നു, മറ്റുള്ളവരെ കാണുന്നു, മറ്റു വാഹനങ്ങൾ കാണുന്നു, ഒരുപാട് കാര്യങ്ങളുമായിട്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഒരു പഠന പര്യടനം കൂടിയായിരുന്നു ഒരു സൈക്കിൾ യാത്ര. അപ്പോൾ അങ്ങനെ സൈക്കിളിലേക്ക് നമ്മുടെ കുട്ടികൾ മടങ്ങണം. എല്ലാ വീട്ടിലും ഒരു സൈക്കിൾ എന്നത് ഒരു മുദ്രാവാക്യമായി പ്രായോഗികമാകണം. ഈ നടപ്പിനൊപ്പം സൈക്കിളും, പ്രത്യേകിച്ചും പുതിയ തലമുറയിലെ കുട്ടികളെ സൈക്കിളിലേക്ക് പരിശീലിപ്പിക്കണം. കാരണം ഇന്ധന വില ശരിക്കും പറഞ്ഞാൽ സ്വർണത്തിൻ്റെ വില പോലെ കൂടുകയാണ്. ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്, നമ്മൾ മുണ്ട് മുറുക്കി ഉടുക്കണം, ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കണം, 4 പേര് ഒരു വീട്ടിൽ നിന്ന് പോകുന്നെങ്കിൽ എല്ലാവരും കൂടി ഒരു വാഹനത്തിൽ പോകണം, ഓഫീസുകളുടെ പ്രവർത്തനം കുറച്ചുകൊണ്ട് വീട്ടിലിരുന്ന് ആളുകളെ ജോലി ചെയ്യാൻ വേണ്ട ഒരു രീതിയിലേക്ക് ചിന്തിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എന്താണ് കാരണം? പശ്ചിമേഷ്യൻ യുദ്ധം ഉണ്ടായതോടുകൂടി ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. നമ്മളുടെ പണം മുഴുവൻ, നമ്മുടെ വിദേശ നാണ്യം മുഴുവൻ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ വേണ്ടി മാറ്റിവെക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം ഇത് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒന്നാണ്, ഇന്നല്ലെങ്കിൽ നാളെ ക്ഷയോന്മുഖമാകുന്ന ഒന്നാണ്. ദിശാബോധത്തോടെ ദീർഘവീക്ഷണത്തോടെ അത് കണ്ടേ മതിയാവും. എന്നും കുഴിച്ചെടുത്താൽ പെട്രോളിയം കിട്ടും എന്ന് നമുക്കൊരു വിചാരം, അതും അത്ര ഭൂഷണമാണോ എന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുറച്ചുകൂടി പ്രായോഗികതയിലേക്കുള്ള ചിന്തയാണ്. ഇപ്പോൾ ലോകം മുഴുവൻ നമുക്ക് സൈക്കിളിൽ പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. പക്ഷേ തൊട്ടടുത്ത മുറുക്കാൻ കടയിലേക്ക്, തൊട്ടടുത്ത ഷോപ്പിലേക്ക്, തൊട്ടടുത്ത അമ്പലത്തിലേക്ക്, തൊട്ടടുത്ത മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുവാൻ നമ്മുടെ കുട്ടി മോനെ സൈക്കിൾ എടുത്തുകൊണ്ട് പോയി വാങ്ങിച്ചുകൊണ്ട് പോവാം എന്ന് പറയത്തക്ക നിലയിലേക്ക് കുട്ടികളെ എല്ലാവരെയും സൈക്കിളിലേക്ക് മടങ്ങണം. സൈക്കിൾ പ്രാപ്യമാകണം. ഈ അന്തരീക്ഷം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒരു പുഷ്ടിപ്പെടുത്തലിനും ആരോഗ്യത്തിനും ഒപ്പം അന്തരീക്ഷത്തെക്കുറി നമ്മുടെ പ്രകൃതിക്ക് കൂടി ഒരു സംരക്ഷണമാണത്. കാരണം ഈ പുകതുപ്പി കാർബൺ മോണോക്സൈഡ് കൊണ്ട് നമുക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ കൂടി നമുക്ക് ഒരു കരുതലാണ് സൈക്കിളിലേക്കുള്ള മടക്കം.